ഹലോ ഗേസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗേസ്, ഒരുപാട് കാലമായി വീഡിയോ ഇട്ടിട്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗേസ്, നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് സാംസങ് ഗാലക്സിയുടെ A34 5G എന്ന് പറയുന്ന ഒരു ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താ പറഞ്ഞാൽ ഇതാണ് ബോക്സ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് 8GB 128GB വേരിയൻ്റാണ്. നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പം ഇത് ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തിട്ട് സെറ്റപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോൺ ആയതുകൊണ്ട് തന്നെ ഒരു അൺബോക്സിങ് എക്സ്പീരിയൻസ് അറിയാനാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഈ ഒരു അൺബോക്സിങ് ആഡ് ആക്കിയത്. അപ്പോൾ ഇതിൻ്റെ ബോക്സിലൂടെ കുറച്ച് അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ, പിന്നെ അതിൻ്റെ ചാർജിങ് കേബിൾ കിട്ടും. അപ്പോൾ ഇതിൻ്റെ കൂടെ ചാർജർ വരുന്നില്ല കേട്ടോ ഫോണിൻ്റെ കൂടെ. അപ്പോൾ ഫോണിൻ്റെ ലുക്ക് നോക്കുകയാണെങ്കിൽ അടിപൊളി ഫോണാണ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ വന്നിട്ടുള്ളത്. ഇപ്പോൾ നല്ല അടിപൊളി ഫോണാണ്. നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഫോൺ ഓൺ ആക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്ന സാംസങ്ങിൻ്റെ ആ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു 1UI ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സാംസങ്ങിൻ്റെ UI ഭയങ്കര സ്മൂത്താണ്. നിൽക്കൂടെ കാണുന്ന പോലെ തന്നെ വളരെ സ്മൂത്തായിട്ട് ഇവർ ഭയങ്കരമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ ആ ഒരു സാംസങ് അല്ല ഇപ്പോഴത്തെ സാംസങ്. നമുക്ക് നെറ്റ് ഓൺ ചെയ്യുമ്പോൾ 5G കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കാര്യം. അതുപോലെ തന്നെ അടിപൊളി സ്മൂത്താണ് ഫോൺ. ആ ഒരു മിനിമൈസ് ചെയ്യുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. ഫോൺ നല്ല സ്മൂത്തായിട്ട് വർക്കിംഗ് ആയിരിക്കും. പണ്ടത്തെ സാംസങ് പോലെയല്ല, അടിപൊളിയായിട്ട് ഇപ്പോൾ ഫുള്ളി ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു UIയും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം പിന്നെ ഒരുപാട് കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സ് നമുക്ക് സാംസങ് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ സെറ്റിങ്സിൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അടിപൊളിയായിട്ടുള്ളൊരു UI തന്നെയാണ് സാംസങ്ങിൻ്റെ ഇപ്പോഴത്തെ ഒരു UI എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും നമുക്ക് സാംസങ് പ്രോമിസ് ചെയ്യുന്നുണ്ട്. സാംസങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരിക്കും. അടുത്തായിട്ട് ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി ആണ്. അപ്പം ഫോം വന്നിട്ടുള്ളത് ഫുള്ളി പ്ലാസ്റ്റിക് മെയ്ഡാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് ഈ ഒരു 28,000 29,000 രൂപ വില പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്ലാസ്റ്റിക് മെയ്ഡ് ഫോൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കമ്പനിയും ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പം ബാക്കും പ്ലാസ്റ്റിക്കാണ്, ഫ്രെയിമും പ്ലാസ്റ്റിക്കാണ്. ബട്ട് ഇതിൻ്റെ ലുക്ക് അടിപൊളി ലുക്കാണ്. അപ്പോൾ അടുത്തായിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ വന്നിട്ടുള്ളത് ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.6 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് കമ്പനി കൊടുത്തിരിക്കുന്നത്. സാംസങ്ങിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് നമ്മളൊന്നും പറയേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഒരു FHD+ ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഗൊറില്ല ഗ്ലാസിൻ്റെ 5ൻ്റെ പ്രൊട്ടക്ഷൻ വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഡിസ്പ്ലേയിൽ നോച്ച് ഡിസ്പ്ലേ വരുന്നത്. പഞ്ചോൾ ക്യാമറ അല്ല, ഫ്രണ്ട് ക്യാമറ നോച്ച് ടൈപ്പാണ്. ഒരു പഴയ മോഡൽ ഡിസൈനാണ് ഫ്രണ്ടിൽ. ബാക്ക് സൈഡിൽ ഫ്ലാഗ്ഷിപ്പ് രീതിയിലുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ഫ്രണ്ട് വശത്ത് നോക്കുകയാണെങ്കിൽ ഒരു പഴയ മോഡൽ ഡിസൈനാണ്. അപ്പോൾ അതൊരു വലിയ പോരായ്മയായിട്ട് പറയാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇപ്പം വരുന്ന മോഡൽസിനൊന്നും ഇങ്ങനത്തെ ഒരു ഡിസ്പ്ലേ വരാറില്ല. ഡിസ്പ്ലേ ക്ലാരിറ്റിയും ക്വാളിറ്റിയും ഒന്നുമല്ല, അതിനൊരു പഞ്ചോൾ ക്യാമറ ആണ് പറയുന്നത്. ആ ഒരു ക്യാമറ മാത്രമേ പ്രശ്നമായിട്ടുള്ളൂ. ക്യാമറ വെച്ചിട്ടുള്ള പൊസിഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചോൾ ക്യാമറ ആണ് ലഭിക്കേണ്ടത്. പക്ഷേ ഇവർ സാംസങ് ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഫോണിൻ്റെ പെർഫോമൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ MediaTek Dimensity 1080 എന്ന് പറയുന്ന ഒരു 6nm പ്രോസസ്സറാണ് ഈ ഒരു ഫോൺ പവർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു മിഡ് റേഞ്ച് പെർഫോമൻസ് ചെയ്യുന്നൊരു പ്രോസസ്സറാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര പവർഫുള്ളൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല, പക്ഷേ തീരെ പവർ ഇല്ല എന്നും പറയാൻ പറ്റില്ല. നമുക്കൊരു മിഡ് റേഞ്ച്, അതായത് എല്ലാ കാര്യങ്ങളും ഒരു ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു ഫോണാണിത്. ഒരു ചെറിയ ഗെയിമിങ്ങും അതേപോലെ തന്നെ ചെറിയ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ്. ഭയങ്കര പെർഫോമൻസ് ചെയ്യുന്നൊരു ഫോണായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഡിമെൻസിറ്റിയുടെ 1080 എന്ന് പറയുന്നത് 6nm 2.6 GHz പ്രോസസ്സറാണ് ഈ ഒരു പ്രോസസ്സർ വന്നിരിക്കുന്നത്. അപ്പം ഒരു മിഡ് റേഞ്ച് പെർഫോമൻസൊക്കെ നമുക്ക് ഇതിന് പ്രതീക്ഷിക്കാൻ സാധിക്കും. നല്ലൊരു അതൊരു ഗെയിമിംഗ് ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് PUBGയിലേക്ക് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ സ്മൂത്തിൽ നമുക്ക് എക്സ്ട്രീം കളിക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗ്രാഫിക്സൊക്കെ നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് സ്മൂത്തിൽ എക്സ്ട്രീം വരെ കളിക്കാൻ പറ്റുന്നുണ്ട്. ബട്ട് ഫോൺ ഹീറ്റിംഗ് കുറച്ചുണ്ടാവും. കാരണം ഡിസ്പ്ലേയുടെ ഭാഗത്തും അതേപോലെ ബാക്ക് സൈഡിൽ പ്രോസസ്സറിൻ്റെ ഭാഗത്തും ചെറിയൊരു ഹീറ്റിംഗ് നിങ്ങൾക്ക് അനുഭവപ്പെടും. അത് നമ്മൾ ഈ ഒരു ഗ്രാഫിക്സ് ഇട്ട് കളിക്കുമ്പോഴത്തേക്കിനാണ്. നമുക്ക് ഗ്രാഫിക്സ് കുറച്ച് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഹീറ്റിംഗ് വരില്ല. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹീറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു വാമെന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടി ഹീറ്റിംഗ് നമുക്ക് അനുഭവപ്പെടും. അപ്പം ഭയങ്കര പൊള്ളുന്ന ഹീറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കുറച്ച് ഹീറ്റിംഗ് ഉണ്ട് എന്തായാലും. അപ്പം അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് പറയാൻ പറ്റില്ല. ബട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ഒറ്റ ഫോണിൽ നിങ്ങൾക്ക് നടത്താൻ പറ്റും. ചെറിയ ഗെയിമിംഗ് ഒക്കെ ആണെങ്കിലും
അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫോൺ തന്നെയാണ്. പിന്നെ ചാർജ് ചെയ്യുമ്പോഴൊക്കെ ഹീറ്റിങ് കുറവാണ്. ചാർജ് ചെയ്യുമ്പോഴുള്ള ഹീറ്റിംഗ് ഒക്കെ ഭയങ്കര കുറവാണ്. ചാർജ് ചെയ്യുമ്പോൾ തീരെ ഹീറ്റ് ആവാറില്ല ഫോൺ. ചെറുതായിട്ടിങ്ങനെ വാം എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ഹീറ്റിങ്ങേ ഉണ്ടാവാറ് ചാർജ് ചെയ്യുമ്പോഴൊക്കെ. ഞാൻ മറ്റ് ഫോൺസ് ശ്രദ്ധിച്ചപ്പോൾ ചാർജിങ്ങിൽ കുറച്ചധികം ഹീറ്റിംഗ് വരാറുണ്ടായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. നമുക്ക് ചാർജ് ചെയ്യുമ്പോൾ ഭയങ്കര ഹീറ്റിംഗ് ഒന്നും അനുഭവപ്പെടുന്നില്ല. ബട്ട് ഗെയിം കളിക്കുമ്പോഴും ചെറിയൊരു ഹീറ്റിംഗ് മാത്രമേ വരുന്നുള്ളൂ. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ ബാക്ക് ക്യാമറയാണ്. ഇപ്പോൾ ഇവിടെ 3 ലെൻസാണ് കൊടുത്തിരിക്കുന്നത്. 48 മെഗാ പിക്സലിൻ്റെ മെയിൻ ലെൻസും, അതേപോലെ തന്നെ 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ലെൻസും, അതേപോലെ തന്നെ 5 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസും ആണ് ഈ ഒരു ക്യാമറയിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യാമറ ഉപയോഗിച്ച് നമുക്ക് ബാക്ക് ക്യാമറയിൽ 4K 30 FPS വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ 13 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് വീഡിയോ 4K 30 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ക്യാമറ സാമ്പിൾസൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചു തരുന്നതായിരിക്കും. ക്യാമറ സാമ്പിൾസ് അതിൽ നിങ്ങൾക്ക് ക്യാമറ നോക്കാവുന്നതാണ്. അടുത്തായിട്ട് ഇതിൻ്റെ ബാറ്ററിയാണ് 5000 mAh ഒരു ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 25 വാട്ടിന് ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിരിക്കുന്നുണ്ട്. ബോക്സിൻ്റെ ഉള്ളിൽ ചാർജർ ലഭിക്കില്ല, കേബിൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 8GB 128GB 27,999 രൂപയാണ്. അതേപോലെ തന്നെ 8GB 256GB സ്റ്റോറേജ് 29,999 രൂപയാണ് പ്രൈസ് വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു മീഡിയം യൂസർക്കാണ്. ഭയങ്കരമായിട്ടുള്ള ഗെയിമിങ്ങും ഭയങ്കരമായിട്ടുള്ള യൂസിങ്ങിലേക്ക് ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര പവർഫുൾ ആയിട്ടുള്ളൊരു ചിപ്സെറ്റ് അല്ല. ഒരു അത്യാവശ്യം ഒരു നോർമൽ യൂസർ, അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആവുന്നൊരു ഫോൺ തന്നെയാണ്. അപ്പം അവരുടെ ആ ഒരു ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ ഫോണിനെ കുറിച്ച് ഞാനൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കിടിലൻ ഫോൺസ് തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം. ഫ്ലിപ്കാർട്ടിൻ്റെ പ്രൈസിലാണ് ഞാൻ നിങ്ങൾക്കിപ്പം പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനി ഇതിന് ക്യാമറ സാമ്പിൾസ് കാണാം. അപ്പോൾ ഈ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതൊരിക്കും ബൈ ബൈ. ഇതാണ് സാംസങ് ഗാലക്സി A34 റെക്കോർഡ് ചെയ്യുന്ന ഫ്രണ്ട് ക്യാമറ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലൈസേഷനൊക്കെ നിങ്ങൾ പറയാം. ഇതിൻ്റെ ബാക്ക് ക്യാമറയിൽ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ നിങ്ങൾ പറയാം. സ്റ്റെബിലൈസേഷൻ ഇതിൽ അവൈലബിൾ ആണ്. അത് ഓണാക്കാതെയാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ എങ്ങനെയുണ്ടെന്ന് പറയാം. സ്റ്റെബിലൈസേഷൻ മോഡ് ഓണാക്കാതെയാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഓണാക്കി കഴിഞ്ഞാൽ ക്ലാരിറ്റി ഒരുപാട് കുറയുന്നുണ്ട്.